ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പൽ പൊട്ടിച്ചത് അഥവാ അപ്പൽ വറ്റിച്ചതിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട അപ്പൽ ആദ്യം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മാറ്റി വെക്കണം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ അപ്പൽ എന്ന് പറയുന്ന ഈ ഒരു സാധനം കഴിച്ച് നോക്കാത്തവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങി കഴിച്ച് നോക്കണം. കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പൽ കൊണ്ടുണ്ടാക്കുന്ന എന്ത് വിഭവവും. ഇത് റോസ്റ്റ് ചെയ്യാം, നമുക്ക് പൊരിക്കാം, അങ്ങനെ എല്ലാം നമുക്ക് പല പല ഡിഷും നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണക്കപ്പലുണ്ട്, ഉണക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ പച്ച അപ്പലാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട അപ്പൽ നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മുടെ കൊമ്പുമുളക് അഥവാ ഉണക്കമുളക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അതും മാറ്റി വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പില, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഇതിനായി മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ള ഒരു സാധനമാണ് അപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ ഇടിയിപ്പിക്കണം. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വേവ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുക്കറിൽ ഒരു 4 വിസിലൊക്കെ ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒരു 1/4 പരുവത്തിൽ വെന്ത് കിട്ടും. കാരണം പിന്നീട് നമ്മളിത് ഒന്നുകൂടി വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് കുക്കറിലേക്ക് ഇതിടുന്ന സമയത്ത് നമുക്കൊരു 2 സ്പൂൺ മുളക് മതിയാവും. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പൽ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പൽ വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിത് വേറൊരു കടായിലേക്ക്, ഒരു ചെമ്പിലേക്ക് നമ്മളിത് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി, അതായത് ഈ അപ്പലിന് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് കൂടി ഒന്നുകൂടി നമ്മൾ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കും. എന്നിട്ടിത് നന്നായിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. ഈ ഒരു വിഭവം അടുപ്പിൽ കനലിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുക. നമ്മളിപ്പോൾ ഇത് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ അപ്പൽ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഇത് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. Thank you for watching.